ഈ ഒരു വ്ളോഗ് ഞാൻ കഥ പോലെ പറഞ്ഞേരെ. ഞാനും പിന്നെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ 3 അമ്മമാരുണ്ടല്ലോ, നല്ല ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് കേട്ടോ. നമ്മുടെ മക്കളെല്ലാവരും ഒരേ സ്കൂൾ ബസ്സിലാണ് കയറി പോകുന്നത്, ഒരേ ബസ് സ്റ്റോപ്പിൽ നിന്ന്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനാണ് ഈ തവണ സ്കൂൾ ആനുവൽ ഡേക്ക് നമ്മൾ പാരൻസ് കൂടി എന്തെങ്കിലും ചെറിയൊരു പെർഫോമൻസ് നടത്താന്നുള്ളത്. പക്ഷേ ഡാൻസിൻ്റെ ABCD അറിയാൻ പാടാത്തവരാണ് ഞങ്ങളെല്ലാവരും. അതുമാത്രമല്ല 4 പേരും കൊണ്ട് നമുക്കൊന്നും തന്നെ ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമുക്കൊരു ടീം രൂപീകരിക്കണം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി 9 പേരടങ്ങുന്ന ഒരു കിടുക്കാച്ചി ടീം നമ്മൾ സെറ്റാക്കി കേട്ടോ. അതും പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ഇതൊക്കെ സെറ്റായത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഇത്രയധികം മലയാളീസ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇതിൽ മെജോറിറ്റി മലയാളീസാണ്, 2 പേര് മാത്രമാണ് തമിഴായിട്ടുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ലാംഗ്വേജും ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ല. പലർക്കും പരസ്പരം അറിയ പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴല്ലോ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നേ. എല്ലാവർക്കും കുഞ്ഞു വാവകളുണ്ട്, ഓടി നടക്കുന്ന പ്രായത്തിലുള്ള മക്കളുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഡാൻസ് പ്രാക്ടീസ് നമുക്ക് ഒരുപാട് സമയമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടുന്ന സമയം അസുഖങ്ങൾ പോലും വകവയ്ക്കാതെ കട്ടയ്ക്ക് കൂടെ നിന്നും ഓർമ്മിക്കാനായിട്ട് കുറേ നല്ല നല്ല നിമിഷങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിട്ട് നമ്മൾ ചെയ്തത്. ഇന്നലായിരുന്നു ബബുക്കുട്ടിയുടെ സ്കൂളിലെ ആനുവൽ ഡേ. ബബുവിനെ രാവിലെ തന്നെ റെഡിയാക്കി സ്കൂളിൽ വിട്ടു. പിന്നെ നമ്മുടെ ഡാൻസ് പ്രോഗ്രാമിനുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യലായിരുന്നു ഞാനവിടെ. വൈകുന്നേരം ആയപ്പോൾ എല്ലാം കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് ഞാനും സ്കൂളിലേക്ക് പോയിട്ട്. ഇതാണ് ബബുക്കുട്ടിയുടെ സ്കൂൾ. ബബുക്കുട്ടി ഇത് റെഡിയായി. ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലേ. ആദ്യമായിട്ടാണ് പാരൻ്റ് എന്നുള്ള രീതിക്ക് ഞാൻ പോയി ഒരു ആനുവൽ ഡേ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഭയങ്കര സന്തോഷവും ഒരു പ്രൗഡ് മൊമെൻ്റ് അല്ലേ ശരിക്കും. നമ്മൾ മക്കളിങ്ങനെ സ്റ്റേജിലൊക്കെ കളിക്കണ കാണുമ്പോൾ ഉണ്ടാവുക. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇതവർ ബ്രസീലിയൻ ഡാൻസാണ്. ഇത് ബബുക്കുട്ടിയാണ്. ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയില്ലേ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ഫ്രണ്ടിൽ, അതാണ് നമ്മുടെ ബബുക്കുട്ടി. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു ഈ ഒരു അങ്ങനെ ബബുക്കുട്ടിയുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ 9 അമ്മമാരുടെയും കുഞ്ഞു കുരുന്നുകളുടെ പെർഫോമൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ട് ആസ്വദിച്ച് അതിന് ശേഷമാണ് നമ്മൾ റെഡിയാവാൻ പോയിട്ട് നമ്മുടെ പഞ്ചാബി ധമാക്കൊക്കെ വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു. എന്ത് രസമല്ലേ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ കളിക്കുന്ന കാണാനായിട്ട്. ബബുക്കുട്ടി പ്രത്യേകം പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നു ബബുവിനെ പിക്കാൻ അച്ഛൻ എന്തായാലും വന്നുവന്ന്. അങ്ങനെ അച്ഛനെ കണ്ട സന്തോഷത്തിൽ ബബുക്കുട്ടി ഹാപ്പി. ഞങ്ങളിതേ ധൃതി അടിച്ച് റെഡിയായി പ്രാക്ടീസിൻ്റെ ചെറിയ റിഹേഴ്സലൊക്കെ നടത്തി. അങ്ങനെ സ്റ്റേജിൽ കയറിയാണ് ഗായ്സ്.